വിവാദങ്ങൾ, ഈ ആരോപണങ്ങൾ, ഈ പരാതികളൊക്കെ ഉയർന്നിട്ട് ഇന്ന് 5-ാം ദിവസമാണ്. രാഹുൽ പത്തനംതിട്ടയിലെ വീട്ടിലാണുള്ളത്. രാഹുലിന്റെ രാജിക്കായി മുറവിളി അത് വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കളിൽ നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ വനിതാ നേതാക്കളിൽ നിന്ന് പലരും ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ സമൂഹ മാധ്യമങ്ങളിൽ എഴുതുകയാണ്. ആര്? കോൺഗ്രസിലെ വനിതാ നേതാക്കൾ. രാഹുലിന് രാജി സമ്മർദ്ദം ശക്തമാവുകയാണ്. നോക്കൂ, രാജിയിൽ സംസ്ഥാന നേതൃത്വത്തിൽ ഭിന്നാഭിപ്രായം ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അത് രാഹുലിനെ പ്രതിരോധിക്കാൻ വേണ്ടിയല്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. രാജിയിൽ സംസ്ഥാന നേതൃത്വത്തിൽ ഭിന്ന അഭിപ്രായമുണ്ട്. ഏറ്റവും ശക്തമായ നിലപാട്, അതായത് രാഹുൽ രാജിവെക്കണം, ഏറ്റവും പെട്ടെന്ന് രാജിവെക്കണമെന്ന നിലപാട് അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് തന്നെയാണുള്ളത്. ഒരു നിമിഷം പോലും വൈകാതെ രാജി എന്നുള്ളതാണ് വി ഡി സതീശൻ എടുത്തിരിക്കുന്ന നിലപാട്. വി ഡി സതീശൻ ആ നിലപാട് ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, അതോടൊപ്പം തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, ഇവരെല്ലാവരും രാഹുലിനെ കൈവിട്ടിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ. നിലവിലത്തെ സാഹചര്യത്തിൽ ആകെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നത് ഷാഫി പറമ്പിൽ മാത്രമാണെന്ന് നമുക്ക് ഓർക്കണം. ഇന്നലെയാണ് ഈ ബീഹാർ യാത്രയൊക്കെ കഴിഞ്ഞ് ഷാഫി മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്നത്. ഷാഫിക്ക് പറയാനുള്ളത് മാത്രം പറഞ്ഞ് ഒഴിഞ്ഞു പോവുകയായിരുന്നു. ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഷാഫിക്ക് അറിയാമോ എന്നതടക്കമുള്ള ഗുരുതരമായ ആക്ഷേപങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിനൊന്നും മറുപടി പറയാതെയാണ് ഷാഫി പോയത്. അപ്പോൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ പാർട്ടിയിൽ.